ഡിസംബർ 18 രാത്രി 9 മണി ബംഗ്ലാദേശിലെ ബാലുഗ മേഖലയിലെ സ്വകാര്യ ഗാർമെൻറ്റ് ഫാക്ടറിയിലേക്ക് 140 പേരടങ്ങുന്ന ഒരു സംഘം അക്രമകാരികൾ ആയുധങ്ങളുമായി ഇരച്ചെത്തുന്നു. ഫാക്ടറിയിലെ തൊഴിലാളിയും 28 വയസ്സുകാരനും 1 വയസ്സുകാരനായ മകനുൾപ്പെടെ 8 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ജീവനോപാധിയുമായ ദീപു ചന്ദ്രദാസിനെ പിടിച്ചിറക്കി മുളവടി കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയ്ക്കാണ് ദീപു ഇരയായത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അടിച്ചും ഇടിച്ചും തൊഴിച്ചും കൊന്ന ദീപു അദ്ദേഹത്തിൻ്റെ മൃതദേഹം റോഡിലൂടെ വലിച്ചിഴച്ച് ജാമിർദിയ സ്ക്വയറിലെത്തിച്ച് ഒരു മരത്തിൽ കെട്ടിത്തൂക്കി പരസ്യമായി കത്തിച്ചു. തീർന്നില്ല, പിറ്റേ ദിവസം മൃതദേഹത്തോടു പോലും മുസ്ലിം കലാപകാരികൾ അനാദരവ് കാട്ടി. അന്തിമോപചാരം അർപ്പിക്കുന്നതിൽ നിന്നും ബന്ധുക്കളെപ്പോലും അവർ വിലക്കി. മൃതദേഹം സംസ്കാരത്തിനായി ഉടൻ മാറ്റാൻ മതതീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ദീപുവിൻ്റെ ഉറ്റവരും ഉടയവരും നിർബന്ധിതരായി. ഇസ്ലാമിനെ നിന്ദിച്ചുകൊണ്ട് ദീപു സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചതാണ് പ്രകോപനത്തിനാധാരമായി പറയുന്നതെങ്കിലും അതൊരു കെട്ടുകഥയാണെന്ന് തെളിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും സന്യാസിമാർക്കും നേരെയുള്ള അതിക്രമങ്ങൾ നടാടെയല്ല. ക്ഷേത്രങ്ങളും ഹൈന്ദവ ആരാധനാലയങ്ങളും തച്ച് തകർക്കുകയും തീയിട്ട് ചാമ്പലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹീനമായ ആൾക്കൂട്ട കൊലപാതകങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഹോബിയാണ്. ദീപു ചന്ദ്രദാസിൻ്റെ മൃതദേഹം ആഹ്ലാദാരവത്തോടെ കത്തിച്ച ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാണ് ബംഗ്ലാദേശ്. ഒരു പാവ സർക്കാരിനെ മുൻനിർത്തി മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും നാമാവശേഷമാക്കി ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഭീകരവാദികളുടെ കൊണ്ടുപിടിച്ച നീക്കം സ്പഷ്ടമാണ്. ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ ഇതിനകം ഏൽപ്പിക്കപ്പെട്ടു. പീഡിപ്പിക്കപ്പെടുന്നവരുടെ സംരക്ഷണം ഭാരതം ഏറ്റെടുക്കുമോ? വ്രണിത ഹൃദയരായവർക്ക് ഭാരതം അത്താണിയാകുമോ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ചേർത്ത് വിശാല ബംഗ്ലാദേശ് എന്ന വിഘടനവാദ ആശയത്തിൻ്റെ സാക്ഷാത്കാരമോ യൂനുസ് സർക്കാരിൻ്റെ അജണ്ട?